വൈറസ് ആണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു ന്യൂസ്. അർജന്റീനയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള ഒരു ക്രൂയിസ് ഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ അസുഖത്തിന്റെ ഔട്ട്ബ്രേക്ക് ആണ് ഈ വൈറസിന് ട്രെൻഡിങ് ആക്കിയിട്ടുള്ളത്. വാക്സിനുകളോ ട്രീറ്റ്മെന്റോ ഇല്ലാത്ത ഈ വൈറസ് കോവിഡ് പോലെ അടുത്തൊരു പാൻഡമിക് ആവുമോ എന്നുള്ളതാണ് ഇപ്പം എല്ലാവർക്കും ഉള്ള സംശയം. സോ വിത്തൗട്ട് എനി ഡിലേ നമുക്ക് ഈ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയേജസ്. ഇപ്പം സംഭവിച്ചിട്ടുള്ള ക്രൂയിസ് ഷിപ്പിൻ്റെ കഥ ഞാൻ ഒന്ന് ചുരുക്കി പറയാം. അർജന്റീനയിൽ നിന്ന് ഏപ്രിൽ 1-നാണ് ഈ ക്രൂയിസ് ഷിപ്പ് പുറപ്പെട്ടത്. ഒരു 5 ദിവസങ്ങൾക്ക് ശേഷം ഈ ക്രൂയിസ് ഷിപ്പിൽ യാത്ര ചെയ്തിരുന്ന ഒരു ഡച്ച് യാത്രികന് നല്ല പനിയും തലവേദനയും ഒക്കെ കണ്ടു തുടങ്ങി. 1-2 ദിവസത്തിനുള്ളിൽ ഇത് ശ്വാസം മുട്ടലാവുകയും ഏപ്രിൽ 11-ന് ഇദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. യാത്രയിലായതുകൊണ്ട് 24-ാം തീയതിയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹത്തിൻ്റെ ബോഡിയായിട്ട് ആഫ്രിക്കയിൽ ഡീബോഡി ചെയ്യുന്നത്. ആഫ്രിക്കയിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഴഞ്ഞു വീഴുകയും തുടർന്ന് മരിക്കുകയും ചെയ്തു. കപ്പലിലെ മറ്റൊരു യാത്രക്കാരിയും ഇതേ ലക്ഷണങ്ങളൊക്കെ കാണിച്ച് മെയ് 2-ന് മരണപ്പെട്ടപ്പോഴാണ് ഇതൊരു ഡിസീസ് ഔട്ട്ബ്രേക്ക് ആവാനുള്ള സാധ്യത മുൻനിർത്തി WHO അറിയിക്കുന്നത്. മരിച്ചു പോയവരിൽ നിന്ന് കിട്ടിയ സാമ്പിൾ വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത് ഹാൻഡ വൈറസിന്റെ ഔട്ട്ബ്രേക്ക് ആണെന്ന് മനസ്സിലായത്. ഈ അസുഖത്തിന് ഉയർന്ന മരണനിരക്ക് ഉള്ളത് കാരണവും വാക്സിനുകളോ ട്രീറ്റ്മെന്റോ ഒന്നും നിലവിൽ കണ്ടുപിടിക്കാത്ത കാരണവും ഈ ഷിപ്പിന് ഒരുപാട് കൺട്രികൾ അവരുടെ സ്ഥലത്ത് ഡോക്ക് ചെയ്യുന്നതിൽ നിന്ന് വിലക്കി. ഒടുവിൽ മെയ് 10-ന് സ്പെയിനിലെ കീഴിലുള്ള കാനറി ഐലൻഡ്സിലാണ് ഈ ഷിപ്പ് ഡോക്ക് ചെയ്തത്. അതിലുള്ള എല്ലാ പാസഞ്ചേഴ്സിനെയും മെഡിക്കലി ഇവാക്യുവേറ്റ് ചെയ്തു. ഏകദേശം 1 മാസവും 10 ദിവസത്തിനുള്ളിൽ 3 മരണവും 8 കൺഫേം കേസസും 2 ഡൗട്ട്ഫുൾ കേസസുമാണ് ഈ ഔട്ട്ബ്രേക്കിൽ സംഭവിച്ചത്. ഹാൻഡ എന്നുള്ളൊരു പേര് ലോകമൊട്ടാകെ ഈ ഒരു ക്രൂയിസ് ഷിപ്പ് ജേർണി കാരണം മാത്രം പോപ്പുലറായി. പക്ഷെ ഹാൻഡ ഒരു പുതിയ വൈറസ് ഒന്നുമല്ല. 1950-കളിൽ ഉണ്ടായ കൊറിയൻ വാറിൽ ഒരുപാട് US സൈനികർ മരിച്ചിരുന്നു. അതൊരു അസുഖബാധ കാരണമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ വാർ വെപ്പൺ കാരണമാണോ എന്ന് കൺഫേം ചെയ്യാൻ 30 വർഷങ്ങൾ എടുത്തു. 1980-കളിൽ അതുവരെ കൊറിയൻ ഹെമറേജിക് ഫീവർ എന്ന് പറഞ്ഞിരുന്ന അസുഖം ഹാൻഡാൻ വൈറസ് ആണെന്ന് കൺഫേം ചെയ്തത് ഡോക്ടർ ഹോ വാങ് ലീ ആണ്. ഹെമറേജിക് ഫീവർ വിത്ത് റീനൽ സിൻഡ്രോം എന്നാണ് ഈ അസുഖത്തിന് അവർ പേരിട്ടത്. ശരീരം മൊത്തം ബ്ലീഡിങ്ങും പനിയും ഉണ്ടാക്കുന്ന കിഡ്നിയെ ബാധിക്കുന്ന അസുഖം എന്നാണ് ഹെമറേജിക് ഫീവർ റീനൽ സിൻഡ്രോമിന് അർത്ഥം. പിന്നീട് യുദ്ധത്തിൽ മരിച്ചവരുടെ സാമ്പിളായിട്ട് ക്രോസ് മാച്ച് ചെയ്തപ്പോഴും ഈ വൈറസ് തന്നെയായിരുന്നു അവരെയും ബാധിച്ചതെന്ന് മനസ്സിലാക്കിയിരുന്നു. ഈ പറഞ്ഞ വൈറസിന്റെ മറ്റൊരു രൂപം കണ്ടുപിടിക്കുന്നത് 93-ല് അമേരിക്കയിലാണ്. ഇതിന് കാരണമായത് എൽ നിനോ പ്രതിഭാസമാണ്. എൽ നിനോ പ്രതിഭാസം കാരണം ഒരുപാട് മഴ പെയ്യുകയും ഈ മഴയത്ത് എലികളുടെ ഭക്ഷണം കൂടുകയും അങ്ങനെ എലികൾ പെരുകിയതുമാണ് ഈ അസുഖത്തിന് അന്ന് കാരണമായത്. കൊറിയയിൽ കണ്ടുപിടിച്ച വൈറസ് കിഡ്നിനെയാണ് ബാധിച്ചു വെച്ചാൽ അമേരിക്കയിൽ കണ്ടുപിടിച്ച വൈറസ് ലങ്സിനെയാണ് ബാധിച്ചത്. അതുകൊണ്ട് തന്നെ ഹാൻഡ പൾമണറി വൈറസ് എന്നാണ് ആ വൈറസിന് അവർ പേരിട്ടത്. പൾമണറി എന്ന് വെച്ചാൽ ശ്വാസകോശത്തെ സംബന്ധിക്കുന്നത് എന്നാണ് അർത്ഥം. ഈ ഔട്ട്ബ്രേക്കുകളിലൊക്കെ എലികളിൽ നിന്ന് നേരിട്ട് മാത്രമാണ് ഈ അസുഖം പടർന്നിട്ടുള്ളത്. 1996-ല് അർജന്റീനയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഔട്ട്ബ്രേക്കിലാണ് ആദ്യമായി മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ അസുഖം ബാധിച്ചത്. ആൻഡിസ് വൈറസ് എന്നാണ് ഇതിന് പേരിട്ടത്. ഹാൻഡ വൈറസ് ഫാമിലിയിൽ ആൻഡിസ് വൈറസ് മാത്രമാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുള്ളൂ. അതേ വൈറസ് ആണ് നമ്മളിപ്പോൾ ഈ ക്രൂയിസ് ഷിപ്പിലും കണ്ടത്. ഇതുവരെ പറഞ്ഞത് ഹാൻഡ വൈറസിന്റെ ഒരു ഔട്ട്ബ്രേക്ക് ടൈം ലൈൻ ആണ്. നമുക്കറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുക ഒരിക്കലും ഇതല്ലല്ലോ. ഹാൻഡ വൈറസ് മറ്റൊരു പാൻഡമിക് ആവുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഒരു പാൻഡമിക്കിന്റെ സ്വഭാവത്തിനെ കുറിച്ച് ഇന്ന് ലോകത്ത് ആർക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മുന്നിൽ കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി തന്നെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടുണ്ട്. കൊറോണയുടെ കാര്യം നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വെല്ലുവിളിയായിരുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അത് വായുവിലൂടെയാണ് പടരുക എന്നുള്ളതും ആറോസോൾ ട്രാൻസ്മിഷൻ ആണ് എന്നുള്ളതും, അതുപോലെ 14 ദിവസത്തോളം അസുഖം വന്നിട്ടുള്ള ഒരാൾക്ക് ഇത് പടർത്താൻ കഴിയും എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ക്വാറന്റൈൻ മിനിമം 14 ദിവസം ചെയ്തിരുന്നത്. പക്ഷെ ഹാൻഡ വൈറസിന്റെ കാര്യത്തിൽ ഇത് രണ്ടും വ്യത്യസ്തമാണ്. ആദ്യത്തെ കാര്യം, ആറോസോൾ വഴി ഇതിന് ട്രാൻസ്മിഷൻ ഇല്ല. എലികളിൽ നിന്ന് മാത്രമാണ് ഹാൻഡ വൈറസ് മനുഷ്യരിലേക്ക് വരിക. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരണമെങ്കിൽ
വളരെ അടുത്ത കോണ്ടാക്ട് തന്നെ വേണം. മാത്രമല്ല ആകെ ഒരു ദിവസം മാത്രമാണ് അസുഖം ബാധിച്ച ഒരാൾക്ക് പോലും ഈ വൈറസ് മറ്റുള്ളവർക്ക് പടർത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആളുകളെ ഒരു ദിവസം മാത്രം ഐസൊലേറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ ഈ അസുഖത്തിനെ നമുക്ക് ഗണ്യമായി കുറയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ അസുഖത്തിനെ പേടിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡ വൈറസ് ഒരു പുതിയ വൈറസോ അല്ലെങ്കിൽ പുതിയ അസുഖമോ ഒന്നുമല്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നതെന്ന് മാത്രം. വർഷത്തില് ആയിരക്കണക്കിന് ആളുകൾ ഓൾറെഡി ഈ വൈറസ് കാരണം മരിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഈ വൈറസ് കാരണമാണ് മരിച്ചതെന്ന് പോലും നമ്മൾ കണ്ടുപിടിക്കാറില്ല. നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ വെല്ലൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഈ വൈറസിന്റെ തോട്ടപ്പാളയം സ്ട്രെയിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊരിക്കലും അസുഖമൊന്നും ഇന്നേ വരെ മനുഷ്യർക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഈ അസുഖത്തിനെ കുറിച്ചിട്ടുള്ള പഠനം നടക്കുന്ന സമയത്ത് എലികളായിട്ട് കൂടുതൽ ബന്ധമുള്ള ഇരുള ട്രൈബ്, അവരുടെ പാരമ്പര്യമായിട്ടുള്ള ജോലി എന്ന് പറഞ്ഞത് ഈ എലി പിടിക്കലും അങ്ങനെയൊക്കെയാണ്. അവരിൽ ഈ വൈറസിന്റെ ആന്റിബോഡി ബ്ലഡിൽ കണ്ടെത്തുക മാത്രമാണ് ചെയ്തത്. ഈ ആന്റിബോഡി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ തോതിൽ വൈറസ് ബാധ ഉണ്ടായി അത് തടുക്കാൻ ബോഡി ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള HFRV എന്ന് പറയുന്നത്, അതായത് ഹെമറേജിക് ഫീവർ റീനൽ വൈറസ്, യൂറോപ്പ് കൺട്രീസിലും ഏഷ്യൻ കൺട്രീസിലാണ് കാണുക. ഹാൻഡ പൾമണറി വൈറസ് അമേരിക്കൻ സൈഡിലാണ് കൂടുതൽ കാണുന്നത്. ഇനിയും നിങ്ങൾക്ക് ഈ അസുഖത്തിനെ കുറിച്ച് പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങളുടെ വീടിന് ചുറ്റും ശുചിയായി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റും എലികളെയും എലികളുടെ പ്രജനനവും മാക്സിമം കുറയ്ക്കുക എന്നുള്ളതുമാണ്. കാരണം മെജോറിറ്റി ഓഫ് ദ കേസ്, പ്രത്യേകിച്ച് യൂറോപ്പിലും ഏഷ്യയിലും റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കേസുകളും തന്നെ എലികളിൽ നിന്ന് മാത്രമാണ് മനുഷ്യരിലേക്ക് വന്നിട്ടുള്ളത്. ഇനി ചത്ത എലികളെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്തും ഒരു ഗ്ലൗസ് ഉപയോഗിച്ച് മാത്രം ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക. എന്നിങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് ഹാൻഡ വൈറസിൽ നിന്ന് രക്ഷ നേടാൻ എളുപ്പമാണ്. ഇനിയുള്ള ചോദ്യം, ഇത്രയും മാരകമായിട്ടുള്ള ഒരു അസുഖമായിട്ട് പോലും എന്തുകൊണ്ടാണ് ഇതിന് വാക്സിനുകളും ട്രീറ്റ്മെൻറ്റുകളൊന്നും ഇതുവരെ കണ്ടുപിടിക്കാത്തതെന്നാണ്. അതിനുള്ള കാരണം അങ്ങനെ പേടിക്കാൻ മാത്രമുള്ള ഒരു വൈറസ് അല്ല ഹാൻഡ എന്നുള്ളതാണ്. ഒരു വാക്സിൻ ഉണ്ടാക്കണമെങ്കിൽ അതിന് ഒരുപാട് രീതിയിലുള്ള റിസർച്ചുകൾ അതിന് പിന്നിൽ നടത്തണം. പക്ഷെ അത്രയും റിസർച്ച് നടത്തി വാക്സിൻ ഉണ്ടാക്കാൻ മാത്രം ഉള്ളൊരു ഔട്ട് ബ്രേക്ക് ഒരിക്കലും ഈ ഹാൻഡ വൈറസ് ഉണ്ടാക്കാറില്ല. മോർട്ടാലിറ്റി റേറ്റ് കൂടുതലാണെങ്കിലും മോർബിഡിറ്റി റേറ്റ് ഈ അസുഖത്തിൻ്റെ കുറവാണ്. മോർബിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് എത്ര പേർക്ക് ആ അസുഖം പടരുന്നു എന്നുള്ളതിൻ്റെ കണക്കാണ്. അസുഖം ബാധിച്ച ഒരാളിൽ നിന്ന് ആ അസുഖം മറ്റൊരാളിലേക്ക് പടർത്താനുള്ള കഴിവ് ഈ വൈറസിന് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് വാക്സിനുകളൊന്നും ഡെവലപ്പ് ചെയ്യാത്തത്. ഹാൻഡ വൈറസിനെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സംശയങ്ങളും അതിനുള്ള മറുപടിയും ഞാൻ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.